ആണ്ടവരുടെ നാമം മഹിമപ്പെടുമാറാകട്ടെ. ആണ്ടവർ നമുക്ക് ഒരു 10 ദിവസം കൂടെ നൽകിയിരിക്കെ ആണ്ടവരുടെ വചനത്തിൽ നിന്ന് നമുക്ക് കേട്ടിടാം. എന്നെ ആണ്ടവർ നമ്മളോട് പേശുന്നതെന്ന് നമുക്ക് കേട്ടിടാം. ഇന്ന് എപ്പിസോഡ് 149 നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇത് ബൈബിൾ സ്റ്റഡിയാണ്. ഈ ബൈബിൾ സ്റ്റഡിയിൽ നമ്മൾ ഫിലിപ്പിയർ എഴുതിയ പുസ്തകത്തിൽ നിന്നും 4-ാം അധ്യായം 19-ാം വാക്യം തന്നെ നമ്മൾ പഠിക്കുക. അതിന് മുമ്പേ നമുക്ക് കൊഞ്ചം പിന്നാടി പോയിട്ട് നമുക്ക് 17 നമുക്കൊന്ന് വാസിച്ചിടാം. അതിനുശേഷം നമുക്ക് 18 വാസിച്ചിട്ട് 19-ാം വാക്യത്തിലേക്ക് നമുക്ക് പോയിടാം. നമുക്ക് വചനത്തിൽ നിന്നും ആണ്ടോർ നമുക്ക് അനുഗ്രഹം തരുവാൻ തക്കോണം ഇതുമൂലം നമുക്ക് ഇടയാകണം. അതാണ് നമ്മുടെ ചിത്തം. അതുകൊണ്ട് നമുക്ക് പാക്കലാം. 17-ാം വാക്യത്തിൽ എന്നാ ചൊല്ലുത്? 17-ാം വാക്യം, ഞാൻ ദാനം ആഗ്രഹിക്കുന്നു എന്നല്ല, നിങ്ങളുടെ കണക്കിലേക്ക് ഏറുന്ന ഫലം അത്രേ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ അപ്പോസ്തലനായ പൗലോസ് എന്നെ ചൊല്ലുന്നത്, ഞാൻ ദാനം എനിക്ക് ഇഷ്ടപ്പെടുന്നല്ല, എനിക്കത് தேவைப்படும் എന്നല്ല നിങ്ങളോട് ചൊല്ലുന്നത്. നിങ്ങളുടെ ദാനം തന്ന് എനിക്ക് ശരിക്കും അത് എനിക്ക് സന്തോഷമായിരിക്കെ, ரொம்ப സന്തോഷമായിരിക്കെ. എന്നാൽ ഞാൻ എന്നാ ചൊല്ലുന്നത്, നിങ്ങൾ ദാനം பண்ணுമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഗിഫ്റ്റ് തരുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ആണ്ടവർക്ക് എന്തെങ്കിലും കൊടുക്കുവാൻ വേണ്ടി നിങ്ങൾ എൻ്റെ പക്കത്തിൽ തരുമ്പോൾ അത് ആർക്ക് പ്രയോജനം ഉണ്ടായിരിക്കും? നിങ്ങൾക്ക് താൻ പ്രയോജനം. എപ്പോഴും നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടായിരിക്കും എങ്കിൽ അത് നിങ്ങൾക്ക് അനുഗ്രഹമായി കിടക്കും. എന്നിട്ട് നിങ്ങൾക്ക് അനുഗ്രഹം വേണമെന്നുണ്ടെങ്കിൽ എന്നാ பண்ணണം? നിങ്ങൾ ദാനം பண்ணണം. നിങ്ങൾ ആണ്ടവർക്ക് ചിത്തമായ രീതിയിൽ നിങ്ങൾ ദാനം பண்ணுമ്പോൾ നിങ്ങൾ ഏത് കാര്യത്തിലാണ് ദാനം பண்ணுന്നതല്ല, ആണ്ടവർ നിങ്ങൾ നോക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിൽ സന്തോഷത്തോടെ നിങ്ങൾ നിറവോടുകൂടെ നിങ്ങൾ കൊടുക്കുവാന്നുണ്ടെങ്കിൽ ആണ്ടവർക്കത് ரொம்ப നിങ്ങൾക്ക് അനുഗ്രഹം തന്നിരും. അത് നിങ്ങൾ തരുന്നത് നിങ്ങൾ കൈപ്പോട് കൊടുക്കുമെന്ന് പറഞ്ഞാൽ അയ്യോ ഞാൻ കൊടുക്കണമോ വേണ്ടായോ അപ്പടി നമ്മൾ നനച്ച് കൊടുക്കാതെ നിങ്ങൾ കൊടുക്കുമ്പോൾ, നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ കൊടുക്കുമ്പോൾ എന്നാ പറ്റും? ആണ്ടവർ നിങ്ങൾക്ക് അതിൻ്റെ അനുഗ്രഹം തന്നിടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ 18-ാം വാക്യം, ഇപ്പോൾ എനിക്ക് വേണ്ടുന്നത് എല്ലാം ഉണ്ട്. അപ്പോസ്തലനായ പൗലോസ് ചൊല്ലുക, എനിക്ക് എന്നൊക്കെ தேவைப்படுമോ അതെല്ലാം എനിക്ക് പക്കത്തിലിരിക്കും. ആണ്ടവർ എനിക്ക് എല്ലാമേ തന്നാച്ച്. അന്നേരം എനിക്ക് ഒന്നിനുമേ കമ്മിയേ ഇല്ല. ഒന്നുമേ എനിക്ക് കുറവേ ഇല്ല. എനിക്ക് കുറവ് ഇരിക്കുവാന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് കേട്ടേൻ. എനിക്ക് കുറവൊന്നുമില്ല. എനിക്ക് എന്നെ தேவைப்படுമോ അതെല്ലാം ആണ്ടവർ എനിക്ക് തന്നാച്ച്. 18-ാം വാക്യം എല്ലാം ഉണ്ട്. സമൃദ്ധിയായിരിക്കും, അതെനിക്ക് ധാരാളമായി. അതായത് നിങ്ങൾ എനിക്ക് തന്നില്ലെങ്കിലും എനിക്ക് ധാരാളമായി ആണ്ടവർ എനിക്ക് തന്നാച്ച്. അതുകൊണ്ട് അതിനെപ്പറ്റി കവലയില്ല. അതായത് നിങ്ങൾ തരുന്ന ധനസഹായം അത് നിങ്ങൾ എനിക്ക് തരുമ്പോൾ നിങ്ങളുടെ സ്നേഹത്തിൽ എനിക്ക് തന്നാച്ച്. അത് ആണ്ടവർക്ക് വേണ്ടി കൊടുത്താച്ച്. അത് നിങ്ങൾ തന്നില്ലെങ്കിലും എനിക്ക് പറവായില്ല. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ആണ്ടവർ എനിക്ക് ரொம்ப ജാസ്തി നൽകിയിരിക്കുക. അതുകൊണ്ട് എനിക്ക് കവലയേ ഇല്ല. അതുകൊണ്ട് നിങ്ങൾ തരുന്നത് നിങ്ങൾക്ക് അത് അനുഗ്രഹമായിരിക്കും. അത് തന്നെയല്ല. പിന്നെ അടുത്ത വായിച്ച നിങ്ങൾ അയച്ചു തന്നത് സൗഭ്യവാസനായ ദൈവത്തിന് പ്രസാദവും. അതായത് നിങ്ങൾക്ക് അയച്ചു തന്ന നിങ്ങളുടെ സംഭാവന, നിങ്ങൾ അയച്ചു തന്ന ദാനം അത് സൗരഭ്യവാസനയായിട്ട് ആണ്ടവരുടെ പക്കത്തിൽ ചെയ്യും. അതായത് നിങ്ങൾ ഇപ്പോൾ ദാനം பண்ணுമ്പോൾ ആണ്ടവർ അത് എപ്പോഴും എടുക്കും? സൗരഭ്യവാസനയായി. அது இங்கிலீஷில் என்ன சொல்லுது? ഓരോ സ്വീറ്റ് സ്മെൽ, അതായത് സുഗന്ധമായ മണമായിട്ട് ആണ്ടവർ അത് സ്വീകരിച്ചിരിക്കും. അതാണ് നിങ്ങൾ പാക്കേണ്ടത്. അതായത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ആണ്ടവർക്ക് അത് സുഗ്രാഹ്യമായി തീരണം, അത് സുഗന്ധമായ മണമായി തീരണം. അപ്പടി തീരുമ്പോൾ എന്നെ പറ്റും? നിങ്ങൾക്ക് അനുഗ്രഹത്തിന്മേൽ അനുഗ്രഹം കിടച്ചിടും. ഇത് നിങ്ങൾക്ക് അനുഗ്രഹം കിടക്കണം എന്നുണ്ടെങ്കിൽ എന്നെ പറയണം? നിങ്ങൾ ഹൃദയപൂർവ്വം നിങ്ങൾ സംഭാവന ആണ്ടവർക്ക് വേണ്ടി ചെയ്യണം. അത് മാത്രമല്ല നമ്മുടെ സ്വൽഭവാസനയായി ദൈവത്തിന് പ്രസാദവും സുഗ്രഹായവുമായി. അത് 2 കാര്യം വയ്ക്കുന്ന 3 കാര്യം. 1 സൗരഭ്യവാസന, 2 ദൈവത്തിന് പ്രസാദം, 3
സുഗ്രാഹ്യമായി, അതായത് സുഗ്രാഹ്യ യാഗം, ഒരു യാഗമായി തീർന്നിരിക്കുക. അതായത് നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾ ധനം താൻ കൊടുത്തത് അത് ആണ്ടോർ എപ്പോഴേക്കും യാഗമായി. യാഗം എന്നത് നമ്മൾ ലേവ്യ പുസ്തകത്തിൽ നമ്മൾ വാസിക്കുമ്പോൾ എന്നെ പഠിക്കുന്നു, നമ്മൾ മൃഗത്തെ കൊണ്ടുവരണം. അത് എപ്പോഴും മൃഗത്തെ കൊണ്ടുവരണം, ഒന്നുകിൽ കാളെ അല്ലെങ്കിൽ മാടനെ കൊണ്ടുവരണം, അല്ലെങ്കിൽ പശുവിനെ കൊണ്ടുവരണം, രണ്ടാമത് ആടിനെ കൊണ്ടുവരണം, മൂന്നാമത് പ്രാവിനെ അത് നിങ്ങൾ അർപ്പിക്കുമ്പോൾ, ദഹനയാഗമായി അർപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ സൗരഭ്യവാസനയായിട്ട് നിങ്ങൾ അർപ്പിക്കുമ്പോൾ, അത് സൗരഭ്യവാസനയായിട്ട് ആണ്ടവരത് എടുത്തിടും. അതേപോലെ തന്നെ നിങ്ങൾ ഇങ്ങനെ യാഗമല്ല, പക്ഷെ ആണ്ടവർ சொல்றது നിങ്ങൾ കൊടുക്കുന്ന ഈ ഗിഫ്റ്റ് അത് യാഗമായി ആണ്ടവർ എടുത്തിരിക്കുകയാണ്. നിങ്ങൾ പ്രാർത്ഥന ആണ്ടവർക്ക് നിങ്ങൾക്ക് യാഗം பண்ணணுന്നുണ്ടെങ്കിൽ എന്ന യാഗം பண்ணണം? നിങ്ങൾ നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കണം, നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കണം, അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി കൊടുക്കണം. നിങ്ങൾ ദൈവത്തിന് വേണ്ടി കൊടുക്കുമ്പോൾ അത് എന്നെ പറ്റും? അത് സൗരഭ്യവാസന യാഗമായി ആണ്ടവർ സ്വീകരിക്കും. അത് ആണ്ടവർക്ക് അത് പ്രസാദമായി അത് എടുത്തിടും. അത് മാത്രമല്ല, ആണ്ടവർക്ക് അത് സുഗന്ധം മണമായി, നല്ല മണമായി അത് എടുത്തിടും. അന്നേരം അത് മൂന്ന് കാര്യം താൻ, അത് സൗരഭ്യവാസന, പ്രസാദം, സുഗ്രഹായി, ഇത് മൂന്ന് കാര്യം യാഗമായി എപ്പോസ്തലന്റെ കൈയാൽ ഞാൻ സ്വീകരിച്ച് തൃപ്തനായിരിക്കും. അത് മാത്രമല്ല, നിങ്ങൾ എനിക്ക് നേരിട്ടല്ല തന്നത്, എനിക്ക് നേരിട്ട് പ്രൊപ്പോസിസ് എന്ന് പറഞ്ഞാൽ സഹോദരൻ്റെ കയ്യിൽ നീ കൊടുത്തത്, ആ കൊടുത്ത അത് എന്നെ അയച്ച് ഞാനത് സ്വീകരിച്ചു, ഞാൻ തൃപ്തനായി. നിങ്ങൾ തന്നത് ഞാൻ സന്തോഷമായി ഞാൻ സ്വീകരിച്ചിരിക്കും. എനിക്ക് ரொம்ப സന്തോഷമുണ്ടായിരിക്കെ കാണാൻ നിങ്ങൾ ചെയ്ത കാര്യത്തിന്. അതുകൊണ്ട് ഞാൻ ரொம்ப തൃപ്തനായി. അതായത് എനിക്ക് ശരിക്കും എൻ്റെ ഹൃദയം നിറഞ്ഞു എന്നാണ് ഇങ്ങനെ சொல்லுது. എന്നിട്ട് നമ്മൾ അടുത്ത വാക്യം, ഈ 19 വാക്യത്തിൽ നമ്മുടെ ഇന്നത്തെ വാക്യം നമ്മൾ വാസിച്ചിടാം. 19 വാക്യത്തിൽ എന്നത്, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്നെ ദിനത്തിനത്തോണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തരും. നമുക്ക് തിരിയേണ്ട കാര്യമെന്ന് ചൊല്ലിയാൽ, ഇங்கே ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ട്, ഇവര് ഈ ഫിലിപ്പിയ വിശ്വാസികൾ അവർ പാവപ്പെട്ടവർ അവർക്ക് ശരിയായ ധനമൊന്നുമില്ല. അവർക്ക് ഉണ്ടായിരുന്ന അതിൽ നിന്ന് താൻ അവർക്ക് ബുദ്ധിമുട്ട് താൻ, അതായത് അവരുടെ ആവശ്യത്തിന് അവർക്ക് തികയാത്ത വണ്ണം അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ള അവസ്ഥയിൽ അതിൽ നിന്നുമാണ് അവരെന്നാ ചെയ്തത്? അവർ അപ്പോസ്തലനായ പൗലോസിനെ ആണ്ടോർക്ക് വേണ്ടി അപ്പോസ്തലനായ പൗലോസിനെ കൊടുത്തത്. അവൻ ദാനമായി കൊടുത്തു. അത് ആരുടെ കൈ കൊടുത്തു? എഫ്രോഫോദിസ് എന്ന ചൊല്ലിയ ആളുടെ പക്കത്തിൽ കൂടെ കൊടുത്തു. ഇങ്ങനെ പൗലോസ് എന്നാ ചൊല്ലുന്നത് 19 വാക്യത്തിൽ, എൻ്റെ ദൈവമോ എൻ്റെ ആണ്ടവർ എന്നാ പണ്ണും? നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും നിങ്ങളുടെ എല്ലാ പ്രയാസവും അതെല്ലാം തീർത്തു. എപ്പടി തീർത്തിടും? അതുതാൻ ഇങ്ങനെ നമ്മൾ വാസിക്കണം. മഹത്വത്തോടെ, അതായത് ரொம்ப ജാസ്തിയായിട്ട് മഹത്വത്തോടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആണ്ടോടെ സുഗ്രഹമായി എല്ലാമേ എടുത്താച്ചേ, എന്നാൽ നിങ്ങൾക്ക് അനുഗ്രഹം கிடைക്കുന്നത് വളരെ ഭയങ്കരമായ രീതിയിൽ ജാസ്തിയായി നിങ്ങൾക്ക് തന്നിടും. അതിൽ ജാസ്തിയായി വേണമെന്നുണ്ടെങ്കിൽ എന്നാ பண்ணണം? നിങ്ങൾ ദൈവത്തിന് കൊടുക്കണം. അത് നിങ്ങളുടെ ബുദ്ധിമുട്ടിൽ, അതായത് നിങ്ങൾക്ക് ധാരാളം പൈസ ഇരിക്കെ അതിൽ നിന്ന് കൊടുക്കുന്ന അല്ല, നിങ്ങളുടെ ബുദ്ധിമുട്ടിൽ, നിങ്ങളുടെ പ്രയാസത്തിൽ, നിങ്ങളുടെ കഷ്ടപ്പാടിൽ, നിങ്ങളിൽ ധനം ഇല്ലാത്ത സമയത്ത്, നിങ്ങളുടെ പൈസ ഇല്ലാത്ത നേരത്തിൽ നിങ്ങൾ പൈസ കളക്ട് ചെയ്ത് എനിക്ക് വേണ്ടി നിങ്ങൾ അനുപ്പിയാച്ച് അത് ആണ്ടവർക്ക് ரொம்ப വാസനയായി തീർന്നാച്ച്, എനിക്ക് ரொம்ப സന്തോഷമായിട്ട് തീർന്നാച്ച്. എന്നാൽ നിങ്ങൾക്ക് എന്നെ പറ്റും? നിങ്ങൾക്ക് ദൈവം സമൃദ്ധിയായി, അതായത് ധാരാളമായി ഞങ്ങൾക്ക് തന്നിടും എന്ന് ചൊല്ലുക. സമൃദ്ധിയായി ബുദ്ധിമുട്ടൊക്കെ മഹത്വത്തോടും ധനത്തിനത്തോണം, അതായത് മഹത്വത്തോടെ, അതായത് ரொம்ப ജാസ്തിയോടെ ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി
തീർത്ത് തരും. അത് ക്രിസ്തുവേശു നിങ്ങൾക്ക് തീർത്ത് തരും. ഇംഗ്ലീഷിൽ ബട്ട് മൈ ഗോഡ് ഷാൽ സപ്ലൈ ഓൾ യുവർ നീഡ്. ഇംഗ്ലീഷിൽ ആണ്ടവർ നിങ്ങളുടെ സകല ആവശ്യങ്ങളും തീർത്തിടുമെന്നാണ്. ഓൾ നീഡ്സിന് എല്ലാം, അതായത് നിങ്ങൾക്ക് എന്നെയൊക്കെ தேவைப்படுமோ அது എനിക്ക് தெரியாது, அது നിങ്ങൾക്ക് தான் தெரியும். இங்கே പൗലോസ് എന്നാ சொல்லுது, നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങളുടെ God shall supply all, അതായത് ഒന്നുപോലും കുറയാതെ എല്ലാമേ എന്നെ തന്നിടും. അത് നിങ്ങൾക്ക് തന്നിടും അക്കോർഡിംഗ് to his riches in glory by Christ Jesus. അത് എപ്പടി തന്നിടും? അതായത് ആണ്ടവരുടെ മഹത്വം അനുസരിച്ച്, അല്ലെങ്കിൽ ആണ്ടവരുടെ ചിത്തം അനുസരിച്ച്, അല്ലെങ്കിൽ ആണ്ടവർ നിങ്ങൾക്ക് അവൻ്റെ ധനമഹാത്മ്യത്തിനൊപ്പം നിങ്ങൾക്ക് തന്നിടും. അതായത് അത് കണക്കെപ്പെടുത്താൻ ആണ്ടവരുടെ കണക്കിന് ആണ്ടവർ താൻ സകല ലോകത്തെയും സൃഷ്ടിച്ചത് അവൻ്റെ ധനമഹാത്മ്യത്തെപ്പറ്റി നമുക്ക് ചൊല്ലാൻ പറ്റും. ഈ ലോകം മുഴുവൻ അവൻ്റെ, ലോകവും ഭൂമിയും ആകാശവും സമുദ്രവും അവൻ താൻ സൃഷ്ടിച്ചത്. അവൻ സകലവും അവൻ്റെ ആവശ്യത്തിന്, അവൻ്റെ റിച്ചസിന് ഒത്തവണ്ണം നമുക്ക് റിച്ചസ് ഇൻ ഗ്ലോറി, അവൻ്റെ മഹത്വത്തിന് അവൻ ആര് തന്നിട്ടും ക്രൈസ്റ്റ് ജീസസ്, കർത്താവായ യേശു ക്രിസ്തു നിങ്ങൾക്ക് നൽകിയിടും. ഞാൻ ഒരു എക്സാമ്പിൾ എടുത്തു തരാം. ഞാൻ വാസിച്ചാച്ച എങ്കിൽ രാജ അലക്സാണ്ടർ പക്കത്തിൽ ഒരു വൃദ്ധനായ, അല്ലെങ്കിൽ ഒരു പാവപ്പെട്ട ഒരു വ്യക്തി വന്നിട്ട് അലക്സാണ്ടറിനോട് ചൊല്ലി, എനിക്ക് പൈസ ഇല്ല, എനിക്ക് ധനമില്ല, അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും തരണം എന്ന് അലക്സാണ്ടറോട് കേട്ടാച്ച്. എനിക്ക് എന്തെങ്കിലും തരണമെന്ന് ചൊല്ലിയപ്പം അലക്സാണ്ടർ, ശരി നീ അങ്ങ് നിൽക്കുക, എന്നിട്ട് അവൻ്റെ പട്ടാളത്തോട്, അല്ലെങ്കിൽ അവൻ്റെ പടനായ അവൻ ആ പക്കത്ത് നിന്ന് അവനോട് ചൊല്ലി, നീ ഒരു കാര്യം ചെയ്യുക, സ്വർണ്ണ നാണയം ഇരിക്കുന്ന ചാക്ക് ഇങ്ങനെ കൊണ്ടുവന്നിടുന്നു ചൊല്ലി. അന്നേരം സ്വർണ്ണ നാണയത്തിൻ്റെ ചാക്ക്, അതിനകത്ത് മുഴുവനും സ്വർണ്ണ നാണയങ്ങൾ ഇങ്ങനെ നിറച്ച് വെച്ചിരിക്കുക. അത് അവൻ പക്കത്തിൽ രമ്പ ജാസ്തി ഇരിക്കും. അന്നേരം അവൻ കൊണ്ടുവന്നു കഴിഞ്ഞപ്പം എന്നാ ചെയ്ത അലക്സാണ്ടർ ഒരു കൈപ്പിടി, അതായത് ഇപ്പിടി എടുത്തിട്ട് കൈ നിറയെ എടുത്ത് അവൻ്റെ കയ്യിൽ കൊടുത്താച്ച. അന്നേരം കൊടുത്തു കഴിഞ്ഞിട്ട് അവൻ ഇത്രയും കണ്ടപ്പോൾ അവൻ്റെ തുണിയിൽ എല്ലാം വാങ്ങിച്ചാച്ച. പിന്നെ അവൻ രണ്ടാമതും എടുത്ത് പിന്നെയും കൊടുത്തവൻ പറഞ്ഞു, അയ്യോ എനിക്കിത് പോതും. അത് ചൊല്ലി, എനിക്ക് നിനക്കിത് പോതും, പക്ഷെ എനിക്ക് പോവാതെ, കാരണം നീ ഒരു രാജാവിൻ്റെ പക്ഷം എൻ്റെ ധനത്തിന് ഒത്തവണ്ണം തന്നത്. എന്നാൽ മൂന്നാമത് പിന്നെയും കൊടുത്താച്ച്. അന്നേരം രാജാവിൻ്റെ ധനമഹാത്മ്യം എന്ന് ചൊല്ലിയാൽ അത് നമുക്ക് അവൻ നിനച്ചാച്ച ഒരു സ്വർണ്ണ നാണയം കഴിക്കുമെന്നാണ് വിചാരിച്ചത്. എന്നാൽ അപ്പടിയല്ല. അവൻ അലക്സാണ്ടർ അവനെ 3 കൈപ്പിടി കൊടുത്താച്ചു. എന്നാലും അതേപോലെ ആണ്ടവർക്ക് നമുക്ക് ചിത്തമായി ചെയ്യുമ്പോൾ ആണ്ടവരുടെ ധനമഹാത്മ്യത്തിനൊത്തോണം നമുക്ക് തന്നിട്ട് എൻ്റെ സമയം ഇങ്ങനെ മുടിഞ്ഞാച്ച് ആണ്ടവർ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമുക്ക് കേൾക്കുവാൻ തക്കോണം ഇടയാക്കിയതിനായി ആണ്ടവരെ നമുക്ക് സ്തോത്രം പണിയിടാം. നമുക്ക് അടുത്ത ദിവസം നമുക്ക് അതിന് ബാക്കി നമുക്ക് കേട്ടിടാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.